ഹലോ ഗൈസ്, വെൽക്കം ടു ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് സം ലൈഫ് ലെസൺസ്. അപ്പോൾ ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. പിന്നെ ഇത് കണ്ടോ, ഇത് നിയാസിനമേൻ്റെ സെറവാണ്. പക്ഷേ അത് മുഖത്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണങ്ങി പൊടി പോലിരിക്കുന്നുണ്ട്. വെതറിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെപ്പറ്റി എപ്പോഴും നല്ലതേ പറയാവൂ എന്നൊരു നിർബന്ധം ഉണ്ടാവരുത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ എനിക്ക് എല്ലാവരുടെയും വാലിഡേഷൻ വേണം. അതായത് എവറിബഡി ഷുഡ് ടോക്ക് ഗുഡ് അബൌട്ട് മീ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറി. അതെനിക്ക് പണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്നെപ്പറ്റി മറ്റൊരാളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. അതായത് എൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ എല്ലാവരെക്കൊണ്ടും നല്ലത് പറയിക്കാം എന്നില്ല. ഞാൻ ചിലപ്പോൾ വേറൊരാളുടെ കഥയിൽ ഞാൻ വില്ലനായിരിക്കാം, വേറെ ആരുടെയെങ്കിലുമൊക്കെ കഥയിൽ ഞാൻ നല്ലൊരാളായിരിക്കാം. ഇതെല്ലാം പേഴ്സ്പെക്റ്റീവിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന. നമ്മളെപ്പറ്റി മോശം പറയുന്ന ഒരാളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ മോശക്കാരായിരിക്കാം. അതൊക്കെ അങ്ങനെയൊക്കെയാണ്. അത് അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ നമ്മൾ മോശക്കാരായിരിക്കാം. നമ്മളത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഞാൻ മാറി. എൻ്റെ ആ ക്യാരക്ടറൊക്കെ പോയി. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പോകുന്നത് ID കാർഡൊക്കെ ശരിയാക്കാനുണ്ട്. ഞങ്ങളുടെ ID കാർഡ് കിട്ടാനുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി റേഷൻ ഉണ്ട്. നമുക്ക് ആഴ്ച 2 പ്രാവശ്യം റേഷൻ കിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതെല്ലാം പോയി സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്.